ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കൈകൾ വിറയ്ക്കും. നിതിൻ എൻ്റെ വെറുമൊരു റൂംമേറ്റ് മാത്രമായിരുന്നില്ല, നല്ലൊരു സുഹൃത്തായിരുന്നു. പക്ഷേ ആ അവസാനത്തെ ഒരാഴ്ച അവനിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഹോസ്റ്റൽ മുഴുവൻ നല്ല ഉറക്കത്തിലായിരുന്നു. പുറത്ത് നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ മിന്നലടിക്കുമ്പോൾ മുറിക്കുള്ളിൽ വെളിച്ചം വന്നുപോയും ഇരുന്നു. ഞാൻ പാതി ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് മുറിക്കുള്ളിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടത്. ജനൽ തുറന്ന് കിടക്കുകയാണോ എന്ന് നോക്കാൻ ഞാൻ കണ്ണു തുറന്നു. നിതിൻ അവൻ്റെ കട്ടിലിൽ ഇല്ലായിരുന്നു. അവൻ ജനലിനടുത്ത് നിൽക്കുകയാണ്. വെറുതെ നിൽക്കുകയല്ല, പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആരോട് സംസാരിക്കുന്നത് പോലെ ചുണ്ടുകൾ അനക്കുന്നുണ്ട്. നിതിൻ, നീ എന്തീ കാണിക്കുന്നത്? പോയി കിടന്നുറങ്ങാൻ നോക്ക്, ഞാൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ പതുക്കെ തിരിഞ്ഞു. മിന്നൽ വെളിച്ചത്തിൽ ഞാൻ അവൻ്റെ മുഖം കണ്ടു. അവൻ്റെ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരുന്നു. ആ മുഖത്ത് ഒരു ഭാവവുമില്ലായിരുന്നു. ആ അവസാന നിമിഷം അവൻ പറഞ്ഞു, രാഹുൽ, നീ ഇത്രയും കാലം എന്നോട് ചോദിച്ചില്ലേ ജനലിന് പുറത്ത് ആരാണെന്ന്? അവൻ്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു, പക്ഷെ വ്യക്തമായിരുന്നു. ആരാണെങ്കിലും എനിക്കറിയണ്ട, നീ വന്ന് കിടക്ക്. ഞാൻ പുതപ്പ് തലവഴി മൂടാൻ ശ്രമിച്ചു. അയാൾക്ക് എന്നെ മാത്രം പോരാ രാഹുൽ, അയാൾക്ക് ഒരാൾ കൂടി വേണം. ഇത്രയും കാലം അയാൾ ജനലിന് പുറത്തായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ ശ്വാസം പോലും എനിക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ അയാൾ ഈ മുറിക്കുള്ളിലുണ്ട്, നിന്റെ തൊട്ടു പിന്നിൽ. അവനത് പറഞ്ഞതും എൻ്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. എനിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ, എൻ്റെ കഴുത്തിൽ ആരോ ശ്വാസം വിടുന്നത് പോലെ എനിക്ക് തോന്നി. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഞാൻ മുറുക്കി പുറത്തേക്ക് ഓടി. വരാന്തയിലെ ലൈറ്റുകളിട്ടു മറ്റുള്ളവരെ വിളിച്ചു കൂട്ടി. തല ഉയർത്തി നോക്കി ഞാൻ കണ്ടത് ആ ജീവനില്ലാത്ത നിതിനെയാണ്. ഫാനിൽ കെട്ടിത്തൂങ്ങിയ അവൻ്റെ കാലുകൾ അപ്പോഴും പതുക്കെ ആടിക്കൊണ്ടിരുന്നു. നിതിൻ പോയിട്ട് മാസങ്ങളായി, പക്ഷേ ഇന്നും രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ ആരുടെയോ ശ്വാസം കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നും. രണ്ടാമത്തെ അനുഭവം. ഹോസ്റ്റൽ ജീവിതമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് സൗഹൃദങ്ങളും തമാശകളുമാണ്. എന്നാൽ ചില ഹോസ്റ്റലുകൾക്ക് പറയാൻ ഭയപ്പെടുത്തുന്ന മറ്റൊരു വശമുണ്ടാകും. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഇടുക്കിയിലെ ഒരു പഴയ നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന യഥാർത്ഥ അനുഭവം താഴെ നൽകുന്നു. ആ പഴയ 3-ാം നമ്പർ റൂം ഇടുക്കിയിലെ ഒരു ഹൈ റേഞ്ച് ഏരിയയിലായിരുന്നു ഞങ്ങളുടെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ. അവിടെ 3-ാം നിലയിലെ 302-ാം നമ്പർ റൂമിലായിരുന്നു അഞ്ജലിയും കൂട്ടുകാരും താമസിച്ചിരുന്നത്. ആദ്യമൊക്കെ ചെറിയ ശബ്ദങ്ങളായിരുന്നു കേട്ടിരുന്നത്. ആരെങ്കിലും വരാന്തയിലൂടെ നടന്നു പോകുന്ന ശബ്ദം, അല്ലെങ്കിൽ വാതിലിൽ ആരോ പതുക്കെ മുട്ടുന്നത് പോലെ. തുറന്നു നോക്കിയാൽ ആരും ഉണ്ടാകില്ല. കാറ്റായിരിക്കുമെന്ന് കരുതി അവർ അത് കാര്യമാക്കിയില്ല. ഒരു മഴയുള്ള രാത്രിയിൽ കറണ്ട് പോയ സമയത്താണ് ആ സംഭവം നടന്നത്. അഞ്ജലി റൂമേറ്റും മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് റൂമിനുള്ളിൽ ഒരു തണുത്ത കാറ്റ് വീശി. ജനലുകളെല്ലാം അടച്ചിട്ടതായിരുന്നു എന്നത് അവരെ ഭയപ്പെടുത്തി. പെട്ടെന്ന് അഞ്ജലിക്ക് തൻ്റെ കട്ടിലിനടിയിൽ നിന്ന് ആരോ വസ്ത്രത്തിൽ വലിക്കുന്ന പോലെ തോന്നി. അവൾ പേടിച്ച് നിലവിളിച്ചു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അവളുടെ കട്ടിലിൻ്റെ സ്റ്റീൽ കമ്പികളിൽ ചെറിയ കുട്ടികളുടേതുപോലുള്ള വിരലടയാളങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവർ കണ്ടു. പൊടിയോ മറ്റോ അല്ല, മറിച്ച് കരി പുരണ്ടതുപോലുള്ള അടയാളങ്ങൾ. പിന്നീട് ഹോസ്റ്റലിലെ വാർഡനോട് തിരക്കിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ സത്യം അറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് ആ കെട്ടിടം ഒരു ആശുപത്രിയായിരുന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ ഒരു കൊച്ചുകുട്ടിയും നഴ്സും മരിച്ചിരുന്നു. ആ സംഭവത്തിനു ശേഷം പലരും ആ റൂമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവിടെയുള്ള ആത്മാക്കൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ അനുഭവം. മെഡിക്കൽ വിദ്യാർത്ഥികളായ 4 സുഹൃത്തുക്കൾ, രാഹുൽ, കിരൺ, ഷൈൻ, അരുൺ, ഹോസ്റ്റലിലെ ഒരു വലിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടമായതിനാൽ വലിയ ജനലുകളും ഉയർന്ന സീലിംഗും ആ മുറിയുടെ പ്രത്യേകതയായിരുന്നു. ആദ്യം തുടങ്ങിയത് ഒരു പ്രത്യേക മണമായിരുന്നു. ഇടയ്ക്കിടെ ആ മുറിയിൽ ആരെങ്കിലും പഴയ പുകയില വലിക്കുന്നത് പോലെയുള്ള ഒരു രൂക്ഷഗന്ധം വരും. മുറിയിലുള്ള ആരും പുകവലിക്കാറില്ലായിരുന്നു. അതെവിടെ നിന്ന് വരുന്നു എന്ന് എത്ര തിരഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല. ഒരു രാത്രി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന രാഹുൽ പെട്ടെന്ന് പേടിച്ചു വിറച്ചു. ഷൈൻ തൻ്റെ കട്ടിലിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് പോലെ പിടയുന്നു. പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ അവർ ശാന്തനായി. ഉണർന്നപ്പോൾ ഷൈൻ പറഞ്ഞത് ഭീതിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ആരോ ഒരാൾ എൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് 2 കൈകൊണ്ടും എൻ്റെ കഴുത്തിനിരിച്ചു. എനിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. ഇതിനെ സാധാരണ സ്ലീപ്പ് പാരലൈസിസ് എന്ന് വിളിക്കാമെങ്കിലും ഷൈനിൻ്റെ കഴുത്തിൽ വിരലുകളുടെ ചെറിയ ചുവന്ന പാടുകളുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മുറിയിലിരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുകയായിരുന്നു. മേശപ്പുറത്ത് ഒരു മെഴുകുതിരി മാത്രം കത്തിച്ചു വെച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അന്ന് കറണ്ട് പോയിരിക്കുകയായിരുന്നു. ചുവരിലെ നിഴലുകൾ ശ്രദ്ധിച്ച അരുൺ പെട്ടെന്ന് നിശബ്ദനായി. അവിടെ 4 പേരല്ല, 5 പേരുടെ നിഴലുകൾ ചുവരിൽ പതിഞ്ഞിരുന്നു. 5-ാമത്തെ നിഴൽ ഒരു തൊപ്പി വെച്ച അല്പം പൊക്കം കുറഞ്ഞ ഒരാളുടേതായിരുന്നു.
അവർ പേടിച്ച് പുറത്തേക്ക് ഓടി. വരാന്തയിലെ ലൈറ്റിൽ നോക്കിയപ്പോൾ ആ നിഴൽ അപ്രത്യക്ഷമായി. പിന്നീട് ഹോസ്റ്റലിലെ പഴയ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ മുറി വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്റ്റൽ വാർഡന്റെ ഓഫീസായിരുന്നു. കർക്കശക്കാരനായ ഒരു പഴയ വാർഡൻ അവിടെ ഡ്യൂട്ടിക്കിടയിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പുകയില ചവയ്ക്കാറുണ്ടായിരുന്നുവെന്നും കയ്യിലൊരു തൊപ്പി എപ്പോഴും കരുതാറുണ്ടായിരുന്നുവെന്നും സെക്യൂരിറ്റി പറഞ്ഞു. തന്റെ മുറിയിൽ കുട്ടികൾ ബഹളം വെക്കുന്നതും അച്ചടക്കമില്ലാതെ പെരുമാറുന്നതും ഇപ്പോഴും ആ പഴയ വാർഡന് ഇഷ്ടമല്ലത്രേ. ഈ കഥ കേട്ടോടുകൂടി ആ ആഴ്ച തന്നെ അവർ ആ മുറി മാറി. 4-ാമത്തെ അനുഭവം. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ ഒരു പഴയ നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന സംഭവമാണിത്. ആ ഹോസ്റ്റലിന്റെ 3-ാം നിലയിലുള്ള 102-ാം നമ്പർ മുറി എന്നും അടഞ്ഞുകിടക്കുകയായിരുന്നു. പഴയ കെട്ടിടമായതുകൊണ്ട് തന്നെ അവിടെ പ്രാവ് കാഷ്ടിക്കുന്ന മണവും എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു തണുപ്പും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ പുതിയ കുട്ടികളായ മീരയും നീനുവും ആ നിലയിലെ 104-ാം നമ്പർ മുറിയിലായിരുന്നു താമസം. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ സാധാരണ പോലെ കടന്നുപോയി. എന്നാൽ ഒരു വെള്ളിയാഴ്ച രാത്രി മഴ പെയ്യുന്ന സമയത്ത് മീരയ്ക്ക് വല്ലാത്തൊരു അനുഭവമുണ്ടായി. രാത്രി ഏകദേശം 2 മണിയായി കാണും. ഇടനാഴിയിൽ ആരോ നടക്കുന്നത് പോലെ ഒരു ശബ്ദം. പ്ലാസ്റ്റിക് ചെരുപ്പുകൾ തറയിലുരസുന്ന ചടപട എന്ന ശബ്ദം 102-ാം നമ്പർ മുറിക്ക് മുന്നിൽ ചെന്ന് അവസാനിച്ചു. അടുത്ത ദിവസം അവർ വാർഡനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ തോന്നലാകും എന്നായിരുന്നു മറുപടി. എന്നാൽ അന്നു രാത്രി നീനു ഞെട്ടി ഉണർന്നു. അവരുടെ മുറിയുടെ വാതിലിൽ ആരോ പതുക്കെ മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷേ ഇടനാഴിയുടെ അറ്റത്ത് 102-ാം നമ്പർ മുറിയുടെ വാതിൽ പതുക്കെ തുറക്കുന്നതും തനിയെ അടയുന്നതും അവർ കണ്ടു. ആ മുറിക്ക് ലോക്കില്ലായിരുന്നു, വെറും ഒരു തുരുമ്പിച്ച കൊളുത്ത് മാത്രം. പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി. കുളിക്കാൻ പോകുമ്പോൾ ആരോ പിന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുക. രാത്രി അടച്ചിട്ട 102-ാം മുറിക്കുള്ളിൽ നിന്ന് പാത്രങ്ങൾ വീഴുന്ന ശബ്ദവും ഒരു പെൺകുട്ടി തേങ്ങിക്കരയുന്നതും കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി മീര വെള്ളം കുടിക്കാനായി എഴുന്നേറ്റപ്പോൾ ജനലിന് പുറത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടു. 4-ാം നിലയിലുള്ള ജനലിന് പുറത്ത് ഒരാൾ നിൽക്കുക എന്നത് അസാധ്യമായിരുന്നു. അത് വെറും ഒരു നിഴലല്ല, തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു രൂപമായിരുന്നു. ഭയം സഹിക്കവയ്യാതെ അവർ ഹോസ്റ്റലിലെ പഴയ പാചകക്കാരനായ രാഘവൻ നായരോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർ അറിഞ്ഞത്. 10 വർഷം മുമ്പ് ആ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി 102-ാം നമ്പർ മുറിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. പരീക്ഷാപ്പേടിയും വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണം അവൾ തിരഞ്ഞെടുത്ത ആ വഴി ആ മുറിയെ ഇന്നും വേട്ടയാടുന്നു. അവളുടെ ആത്മാവ് ഇപ്പോഴും തൻ്റെ പാഠപുസ്തകങ്ങളും ബാഗും തിരഞ്ഞു ആ ഇടനാഴികളിലൂടെ നടക്കുന്നുണ്ടത്രേ. ആ സംഭവത്തിനു ശേഷം മീരയ്ക്കും നീനുവിനും അവിടെ തുടരാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാത്രി മീരയുടെ ബാഗ് തനിയെ 102-ാം നമ്പർ മുറിയിലേക്ക് നീങ്ങുന്നത് കണ്ടതോടെ അവർ ആ ഹോസ്റ്റൽ വിട്ടു. ഇന്നും ആ ഹോസ്റ്റലിലെ 3-ാം നിലയിലെ ലൈറ്റുകൾ രാത്രിയിൽ തനിയെ കത്താറുണ്ടെന്നും ഇടനാഴിയിൽ ആ പഴയ ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടെന്നും അവിടെയുള്ളവർ വിശ്വസിക്കുന്നു. 5-ാമത്തെ അനുഭവം. എൻ്റെ പേര് നിതിൻ. ഇന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും 7 വർഷം മുമ്പ് മാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ എനിക്കുണ്ടായ അനുഭവം ഇന്നും എന്നെ വേട്ടയാടാറുണ്ട്. ഇത് ഏതെങ്കിലും പഴയ കെട്ടിടത്തിൻ്റെയോ മരിച്ച ആത്മാക്കളുടെയോ കഥയല്ല, മറിച്ച് ഇന്നും എനിക്ക് യുക്തിപരമായി വിശദീകരിക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളാണ്. കോളേജ് ക്യാമ്പസിനോട് ചേർന്നുള്ള ഒരു സാധാരണ അപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ഹോസ്റ്റലായിരുന്നു അത്. 4 നിലകളുള്ള ആ കെട്ടിടത്തിൻ്റെ 3-ാം നിലയിലായിരുന്നു എൻ്റെ താമസം. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിലും സൗകര്യപ്രദമായിരുന്നു. അന്ന് സെമസ്റ്റർ പരീക്ഷകൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ എല്ലാവരും വല്ലാത്തൊരു സമ്മർദ്ദത്തിലായിരുന്നു. മിക്കവരും രാത്രി വൈകിയും പഠിക്കും. ഞാൻ സാധാരണയായി ഒച്ചയും ബഹളവും ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് രാത്രി 12 മണിക്ക് ശേഷമാണ് പഠിക്കാനിരിക്കുന്നത്. എല്ലാവരും ഉറങ്ങിത്തുടങ്ങുന്ന ആ സമയത്തെ നിശബ്ദത എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ നിശബ്ദതയാണ് പിന്നീട് എന്നെ ഭയപ്പെടുത്തിയത്. ചെറിയ കാര്യങ്ങൾ ആദ്യം അതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാർട്ടൻ ഒന്ന് അനങ്ങും, അല്ലെങ്കിൽ മേശപ്പുറത്ത് വെച്ച പേന തനിയെ താഴെ വീഴും. ഞാൻ കരുതിയത് ജനാലയിലൂടെ വരുന്ന കാറ്റാകുമെന്നാണ്. എന്നാൽ പലപ്പോഴും ജനാലകൾ അടച്ചിട്ട നിലയിലായിരുന്നു എന്നതാണ് സത്യം. ഒരു ദിവസം രാത്രി ഏകദേശം 2 മണിയായപ്പോൾ എൻ്റെ റൂമിന് പുറത്തുള്ള ഇടനാഴിയിൽ ആരോ നടക്കുന്നത് ഞാൻ കേട്ടു. ഹോസ്റ്റലിൽ രാത്രി കുട്ടികൾ വെള്ളം കുടിക്കാനോ മറ്റു പുറത്തിറങ്ങുന്നത് സാധാരണമാണ്. പക്ഷേ ആ നടത്തം വല്ലാത്തൊരു പ്രത്യേകതയുള്ളതായിരുന്നു. ഒരാൾ തൻ്റെ കാലുകൾ തറയിൽ ഉരസി നടക്കുന്നത് പോലെ. ആ ശബ്ദം എൻ്റെ റൂമിന് മുന്നിൽ വന്ന് നിന്നു. ഞാൻ വാതിൽ തുറന്നു നോക്കി. പുറത്ത് ലൈറ്റില്ല, പക്ഷേ ജനാലയിലൂടെയുള്ള ചന്ദ്രപ്രകാശം വീണ് കിടപ്പുണ്ട്. അവിടെ ആരുമില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് രാഹുൽ ഒരു കാര്യം പറഞ്ഞു. അവൻ രാത്രി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടത്രേ. എടാ, നീ രാത്രി ആരോടാ സംസാരിക്കുന്നത് എന്ന് അവൻ എന്നോട് ചോദിച്ചു.
ഞാൻ രാത്രി ആരോടും സംസാരിക്കാറില്ല. ഞാൻ ഉറക്കത്തിലായിരിക്കും. പക്ഷേ രാഹുൽ പറയുന്നത് ഞാൻ ആരോടോ വളരെ പതുക്കെ പെറുപെറുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നാണ്. അതെൻ്റെ ശബ്ദമല്ലെന്നും ഒരു പ്രായമായ സ്ത്രീയുടെ ശബ്ദം പോലെയുണ്ടെന്നും അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷേ അവൻ്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ എനിക്ക് ആ ചിരി മാഞ്ഞു. സംഭവം നടന്ന രാത്രി ഇന്നും എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. രാഹുൽ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോയതുകൊണ്ട് ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. രാത്രി 3 മണി. ഞാൻ ഉറങ്ങാൻ കിടന്നു. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു. നല്ല മഴയുണ്ട് പുറത്ത്. പെട്ടെന്ന് എൻ്റെ തലയണയുടെ തൊട്ടടുത്ത് ആരോ ശ്വാസം വിടുന്ന ശബ്ദം ഞാൻ കേട്ടു. വെറുമൊരു ശ്വാസമല്ല, നെഞ്ചിൽ കഫം കെട്ടിയ ഒരാൾ ആഞ്ഞു ശ്വസിക്കുന്നത് പോലെ. ഞാൻ പേടിച്ചു മരവിച്ചു പോയി. കണ്ണുകൾ തുറക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ആ ശ്വാസോച്ഛ്വാസം പതുക്കെ എൻ്റെ കഴുത്തിൻ്റെ പിന്നിലേക്ക് നീങ്ങി. വല്ലാത്തൊരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. സൗമ്യമായി ആരോ എൻ്റെ മുടിയിൽ തലോടുന്നത് പോലെ എനിക്ക് തോന്നി. ആ സ്പർശനം വല്ലാത്തൊരു സ്നേഹത്തോടെയായിരുന്നു. പക്ഷേ അത് നൽകിയ ഭയം വിവരിക്കാൻ കഴിയില്ല. ഞാൻ സർവ്വശക്തിയുമെടുത്ത് ലൈറ്റിട്ടു. റൂമിൽ ആരുമില്ല. പക്ഷേ എൻ്റെ പുതപ്പ് താഴെ കിടക്കുന്നു. ഞാനത് എടുക്കാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് എന്നെ തളർത്തിയത്. തറയിൽ ഒരു വിറകുപുരയിലെന്ന പോലെ കരിയുടെ പാടുകൾ പടർന്നു കിടക്കുന്നു. അവ എൻ്റെ കട്ടിൽ നിന്ന് വാതിലിലേക്ക് നീളുന്ന പാടുകളായിരുന്നു. പിറ്റേന്ന് ഞാൻ ഹോസ്റ്റൽ മാറാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുൻപ് ഞാൻ താഴത്തെ നിലയിലെ സെക്യൂരിറ്റി ചേട്ടനോട് സംസാരിച്ചു. ഒരു വയസ്സായ ആളായിരുന്നു അദ്ദേഹം. ഞാൻ കരിയുടെ പാടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ദീർഘമായി ശ്വാസം വിട്ടു. നിതിൻ, ഈ ഹോസ്റ്റൽ പണിയുന്നതിന് മുൻപ് ഇവിടെ ഒരു പഴയ അടുക്കളയും വിറകുപുരയും ഉണ്ടായിരുന്നു. അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഒരമ്മ രാത്രി അവിടെ കിടന്നാണ് മരിച്ചത്. അവർക്ക് ആരെയും ഉപദ്രവിക്കാനൊന്നും അറിയില്ല. പക്ഷേ ഇടയ്ക്ക് ചില കുട്ടികൾ അവരുടെ സാന്നിധ്യം അറിയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ ആ രാത്രി എനിക്ക് ലഭിച്ച സ്പർശനവും ആ കരിയുടെ പാടുകളും ഒരിക്കലും ഒരു ഭ്രമമായിരുന്നില്ല. ഇന്നും ഞാൻ രാത്രിയിൽ തനിയെ ഇരിക്കുമ്പോൾ എൻ്റെ മുടിയിൽ ആരോ തലോടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് വല്ലാത്തൊരു ഏകാന്തതയുടെയും സ്നേഹത്തിൻ്റെയും സ്പർശനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തുക. പുതുതായി തുടങ്ങിയ ചാനലാണ്. അതിൻ്റേതായ എല്ലാ പരിമിതികളും എനിക്കുണ്ട്, എല്ലാ കുറവുകളും എനിക്കുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഞാനത് അവതരിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു.